സോ ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇവിടെ ഒരു വീഡിയോ യൂട്യൂബ് റേഷ്യോയിൽ ഷൂട്ട് ചെയ്തതാണ്. സോ ഇന്ന് എൻ്റെ ഒരു സോളോ ഡേറ്റ്, സെൽഫ് കെയർ ഡേ, അല്ലെങ്കിൽ എന്താ പറയുക, റൊമാൻറ്റിസൈസിങ് മൈ ലൈഫ്, അങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ, ഒരു ഡേ ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കി റെക്കോർഡ് ചെയ്തു. സോ ദിസ് ഈസ് മൈ ഫിറ്റ് ഫോർ ദ ഡേ. ഇങ്ങനെ ഒരു 2-3 months കൂടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ ഒന്നിങ്ങനെയൊക്കെ പുറത്ത് പോകണം എന്ന് തോന്നുമ്പോൾ ഐ ഡു ഗോ ഫോർ എ സോളോ ഡേറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ക്യൂട്ട് ഫിറ്റൊക്കെ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് എൻ്റെ ബെസ്റ്റ് ലുക്കിൽ ഞാൻ പുറത്ത് പോകാൻ ശ്രമിക്കുന്ന ഒരു ഡേ. സോ ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കണം. കൂടെ ഇവിടെ ബാംഗ്ലൂർ ഒരു മ്യൂസിക് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് JP നഗറിലൊരു മ്യൂസിയം ഉണ്ട്, അവിടെയും ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനാണ്. സോ ഞാൻ അങ്ങനെ കുറേ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളില്ല. ഇവൻ ദോ 4 വർഷമായി ബാംഗ്ലൂരിൽ. ഞാൻ കൂടുതലൊരു ഹോം ബോഡിയാണ്, വിച്ച് മീൻസ് ഐ എം മോർ ഇൻക്ലൈൻ ടുവേർഡ്സ് കേരള എന്ന് പറയാം. എന്തൊരു ലീവ് 1-2 ദിവസമാണെങ്കിൽ പോലും ഞാൻ നാട്ടിൽ പോകുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനോ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെയും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയ സമയമായപ്പോഴത്തേന് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. സോ ഇന്ന് ഞാൻ പോയത് ഒരു തായ് ബേസ്ഡ് റെസ്റ്റോറൻറ്റിലാണ്. ഫസ്റ്റ് തന്നെ പോയത് തായ് ക്യൂസിൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഭയങ്കര സ്പൈസി ആയിരുന്നു, ബട്ട് എനിക്കിഷ്ടമായി ഫുഡെല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം നേരെ എൻ്റെ വയറും മനസ്സൊക്കെ ഫില്ലായ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ മ്യൂസിയത്തിലോട്ടാണ് പോയത്. സോ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ തീരെ അത്ര റഷ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കൂടാണ്ട് ഒരു 10-15 പേരുണ്ടാവും, അത്ര ഇതേ ഉള്ളായിരുന്നു. വീക്ക് ഡേയ്സിൽ ടിക്കറ്റ് വരുന്നത് 200 rupees, വീക്കെൻഡ്സിൽ 300 rupees ടിക്കറ്റ് വരുന്ന ഒരു മ്യൂസിയം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇറ്റ് വിൽ ബി മോർ ലൈക്ക് ഒരു വേൾഡ് തന്നെയാവും. കുറേ സിംഗേഴ്സും അവരുടെ ഹിസ്റ്ററീസും, അല്ലെങ്കിൽ ഓരോ ജോൺർ ഓഫ് മ്യൂസിക്സിൻ്റെ, ഇപ്പോൾ ലൈക്ക് ഹിന്ദി മ്യൂസിക്, റോക്ക് മ്യൂസിക്, അങ്ങനെ ഓരോ മ്യൂസിക്കിൻ്റെയും ഹിസ്റ്ററിയും ഓരോ സോങ്സും ഒക്കെ വെച്ചിട്ട് ഒരു നല്ല രീതിയിൽ ക്യൂരേറ്റ് ചെയ്തൊരു മ്യൂസിക്. നമുക്ക് ഓരോ സെക്ഷൻ്റെ താഴെ അവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. അവിടെ നമുക്ക് ഹിന്ദി മ്യൂസിക് ആണെങ്കിൽ ഹിന്ദി മ്യൂസിക് കേൾക്കാൻ പറ്റും. ചിലപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി പറയുന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു നല്ല രീതിയിൽ ക്യൂരിയേറ്റ് ചെയ്തെടുത്ത, നല്ല രീതിയിൽ പോർട്രേ ചെയ്ത ഒരു മ്യൂസിയം ആയിരുന്നു. സോ ഞാനൊരു 1-2 hours എടുത്തിട്ട് ഫുള്ള് ഇങ്ങനെ നടന്ന് കണ്ടു. അത്ര കുറേ ടൈമിൻ്റെ വലിയൊരു മ്യൂസിയം അല്ല, ബട്ട് കുറച്ച് സ്ലോ ഫേസിൽ പോവുകയാണെങ്കിൽ ഇത്രയൊക്കെ നേരം എടുക്കും. സോ അങ്ങനെ ഞാൻ ആ മ്യൂസിയം മൊത്തം ഒന്ന് കറങ്ങി കണ്ടു. ഇതിൻ്റെ ഇടയിൽ ചെറിയ മിനി സ്റ്റേഷൻസ് ഓർ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഹൈബ്രിഡ് മ്യൂസിക് സെറ്റ്. സോ അവിടെ നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തന്നെ ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ടാക്കാം. ആൻഡ് ദെൻ വി ക്യാൻ ലിസൺ ടു ഇറ്റ്. അതെങ്ങനെയാവും ടേൺ ഔട്ട് ആവുക അങ്ങനെ പറഞ്ഞിട്ട്. സോ അവിടെ അങ്ങനത്തെ കുറേ എൻഗേജിങ് ആയിട്ടുള്ള, നമ്മളെ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതും പിന്നെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, നമ്മുടെ സരിഗമപ്പ ഇല്ലേ, അതിൽ വെച്ചിട്ട് നമ്മുടെ ടോൺ ഏതാണെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഈ സിനിമ സ്റ്റാർസൊക്കെ പോയിട്ട് ചെയ്യൂലേ, പാട്ട് റെക്കോർഡ് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റേഷൻ. അവിടെ 4 songs ഉണ്ട്. ഇഷ്ടമുള്ള സോങ് എടുക്കാം, നമുക്ക് പാടാം, എന്നിട്ട് നമ്മുടെ തന്നെ മെയിലിലോട്ട് നമുക്കത് സെൻഡ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മ്യൂസിയം ആയിരുന്നു. ഞാൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടമായി. ഇറ്റ് വാസ് വർത്ത്. ലൈക്ക് ഭയങ്കര ഓവർ പ്രൈസ്ഡും അല്ല, എന്നാൽ നല്ലൊരു നമുക്ക് വേണ്ടി ഒരു ഡേ എടുത്ത് എല്ലാം ഒന്ന് എൻജോയ് ചെയ്ത്, നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു ഏരിയ അല്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാനിങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് പുറത്തു പോകും. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് നമുക്ക് വേണ്ടി നമ്മളൊരു ടൈം എടുക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഒരു മ്യൂസിയം ഡേറ്റ് ആ ഒരു സെറ്റപ്പായിരുന്നു. സോ ഐ റെക്കോർഡഡ് ഇറ്റ് ആൻഡ് ഡോക്യുമെൻറ്റഡ് ഇറ്റ്. എനിക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഡേ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന മെയിൻ ഇതെന്താ അറിയോ, മേ ബി നമ്മുടെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് പൊട്ടിയിട്ടുണ്ടാവാം, പക്ഷേ അതിനേക്കാളൊക്കെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് യു ഡിഡ് ഇറ്റ് അലോൺ, യു വെൻറ്റ് അലോൺ, യു ഡിഡൻറ്റ് വെയിറ്റ് ഫോർ someone to come with you, you didn't wait for someone's validation about how the dress looks on you, nothing. You didn't care about anything, you just cared about what you want. ആ ഒരു സന്തോഷം ഇസ് ദ അൾട്ടിമേറ്റ്. അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഈ ഒരു റീസൺ ഇതിൽ എനിക്ക് വന്ന മെയിൻ ചേഞ്ച് ഇതാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇത് ഒരിക്കലും ലോൺലിനെസ് പോർട്രേ ചെയ്യുന്നതല്ല, ബട്ട് ഇറ്റ്സ് മിയർലി ജസ്റ്റ് നമുക്ക് വേണ്ടിയുള്ള ഒരു അലോൺ സമയം, അത്രയും ഞാനിവിടെ പോർട്രേ ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഡേ. ജസ്റ്റ് ഇതൊന്ന് ചെറിയ രീതിയിൽ ഷോട്ട് ചെയ്ത് ഡോക്യുമെൻറ്റ് ചെയ്തതാണ്. ഇനിയും വീഡിയോസിലൊക്കെ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. എന്നാലും കോമൻസിൽ പറയാൻ എനിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ സീ യു ദെൻ, ടിൽ ദെൻ ബൈ.